ഹായ് ഫ്രണ്ട്സ്, സൽഹത്താണ്. അപ്പോൾ റോയൽ എൻഫീൽഡ് സർവീസിൽ നമ്മൾ സാധാരണഗതിയിൽ കണ്ടുവരുന്ന ഒരു പ്രശ്നങ്ങളാണ്, അതായത് കസ്റ്റമേഴ്സ് അഭിമുഖീകരിക്കുന്ന ഒരു വിഷയമാണ് കൂടുതലായിട്ടും ഞാൻ ഇപ്പം പറയുന്നത് കേട്ടോ. ഇപ്പോൾ വീഡിയോ മെയിനായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ധാരണ അതിനെക്കുറിച്ച് കിട്ടും. നമുക്ക് സാധാരണഗതിയിൽ ഇപ്പോൾ ഞാൻ സ്പെയർ ചെയ്യുന്നുണ്ട്. സ്പെയർ പാർട്സ് എനിക്ക് സ്വന്തമായിട്ട് സ്പെയർ ഉണ്ട്, ഓയിൽ സ്പെയർ പാർട്ട് സപ്ലൈ ഉണ്ട്. അല്ല, നമ്മളെ ആവശ്യം കൗണ്ടർ സെയിലില്ല. അപ്പോൾ നമ്മൾ സർവീസിന് ആവശ്യമുള്ള സ്പെയർ ഇവിടെ ഉണ്ട്. ഈ രണ്ട് രീതിയിൽ സ്പെയർ ഇറക്കുന്ന ആളുകളുണ്ട്. ഒന്ന് ക്രെഡിറ്റിൽ ഇറക്കുന്ന ആളുകളുണ്ട്, റെഡി ക്യാഷിൽ ഇറക്കുന്ന ആളുകളുണ്ട്. ആ സ്പെയർ ഇറക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു വിഷയം ഞാൻ പറഞ്ഞ വലിയൊരു വിഷയം അതിൽ ഞാൻ പറയുന്നത്, സാധാരണ 15 ദിവസം അല്ല 20 ദിവസം ഒക്കെ ആയിരിക്കും സാധാരണ ഇതിൽ നമ്മളിവിടെ കറക്റ്റ് ഒരു 15 ഡേയ്സ് ക്രെഡിറ്റ് ആണ്. അത്യാവശ്യം കുറച്ച് സ്പെയർ കുറച്ച് ഇറക്കി കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മളങ്ങനെ ക്രെഡിറ്റ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഓരോ ആഴ്ചയിലും ഓർഡർ കൊടുക്കും. മാക്സിമം നമുക്ക് അവരെ അടിച്ചേൽപ്പിക്കും, അത് വേണോ ഇത് വേണോ ചോദിച്ചാൽ. അപ്പം നമ്മളെന്താ വെച്ചാൽ ആവശ്യമുള്ളൂ ഇല്ലാത്തതും അത്യാവശ്യം ആവശ്യം വരാവുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് അങ്ങ് സ്പെയർ അങ്ങ് ഇറക്കി വെക്കും. ഇറക്കി വെക്കുമ്പോൾ സംഭവിക്കുന്ന വേറൊരു വിഷയം ഞാൻ പറഞ്ഞുതരാം. കറക്റ്റ് 15 ദിവസം കഴിയുമ്പം നമുക്ക് ഇവന്മാർ ബില്ല് ബ്ലോക്കായി എന്ന് പറയും. അതായത് ഇനി ബില്ല് അടിക്കണം. നമുക്ക് അത്യാവശ്യം എന്തെങ്കിലും 3, 4, 5 സാധനമൊക്കെ വേണ്ടി വരിക, അത്യാവശ്യമുള്ളത്. ബാക്കിയുള്ള സാധനങ്ങൾ മുഴുവൻ മൂലയിൽ കിടക്കായിരിക്കും. അപ്പോൾ ആ സാധനം നമുക്ക് കിട്ടില്ല, അവർ ബില്ല് ബ്ലോക്കാക്കും. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും നമ്മളെ സ്പെയർ പാർട്സ് സെയിൽ ചെയ്യുന്ന എല്ലാവർക്കും പറ്റുന്ന ഒരു പോരായ്മയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ അതൊക്കെ ഒന്ന് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോയാലേ ശരിയായി. ഇതിൽ മുന്നോട്ട് പോകാമെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം മാത്രം പറഞ്ഞാൽ ആർക്കും നെഗറ്റീവാണ് എടുക്കുക, പോസിറ്റീവായിട്ട് വേണം എടുക്കുക. അങ്ങനെ അപ്പം ആ സമയത്ത് എന്ത് ചെയ്യണം, നമുക്ക് മാക്സിമം സ്പെയർ സെയിൽ ചെയ്യണം. അപ്പോൾ ഇവരൊരാഴ്ച ക്രെഡിറ്റ് ആക്കി ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാക്സിമം സ്പെയർ സെയിൽ ചെയ്തിട്ട് ഈ ഒരു ക്രെഡിറ്റ്, അതായത് നമുക്ക് ഇറക്കിയിരിക്കുന്ന സ്പെയറിൻ്റെ ക്യാഷ് നമ്മൾ ഉണ്ടാക്കി ഇവിടെ ഓക്കെ ആക്കി വെക്കണം. അതിൽ എന്ത് ചെയ്യണം, നമ്മൾ ഇവിടെ നിന്ന് അധ്വാനിച്ച പൈസ, നമ്മളിവിടെ ലേബർ കോസ്റ്റ് കിട്ടാൻ വേണ്ടി സാധാരണ റോയൽ എൻഫീൽഡിൻ്റെ സ്പെയർ പാർട്സ് നടക്കുന്നത് വളരെ തുച്ഛമായ ലാഭമാണ് അതിലൊക്കെ ഉള്ളത്. അപ്പോൾ ഈ ലാഭം എടുത്താൽ നമ്മൾ സ്പെയർ പാർട്സ് നമ്മൾ അധ്വാനിച്ചിട്ടുള്ള പൈസ എടുത്ത് നമ്മൾ അവർക്ക് സ്പെയറിന് പേ ചെയ്യേണ്ടി വരും. അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായെന്ന് തോന്നുന്നു. അതായത് ഓവറായിട്ട് സ്പെയർ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ 15 ദിവസം കഴിയുമ്പോൾ നമുക്ക് ഇത് പൈസ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ അധാരണ ഉണ്ടാവും. മാക്സിമം സ്പെയർ സെയിൽ ചെയ്യുക എന്നുള്ളതായിരിക്കും ആ ഒരു സ്പെയർ പാർട്സ് കടലിൻ്റെ മാക്സിമം ടാർഗറ്റ്. അപ്പോൾ സ്വാഭാവികം എന്താ സംഭവിക്കുക, ഒരു വണ്ടി കൊണ്ട് വന്നു കഴിഞ്ഞാൽ അതിൽ റീപ്ലേസ് ഓപ്ഷനായി കൂടുതലുണ്ടാവും. മാക്സിമം അത് മാറ്റുക, ഇത് മാറ്റുക, അതിൽ പെട്ടൊരു വണ്ടിയാണ് ഇപ്പം ഈ കാണുന്നത്. അപ്പോൾ ഇതിൽ എൻ്റെ അടുത്ത് വന്ന കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ, ഞാനിപ്പം റെഡി ക്യാഷിന് മാത്രമേ സ്പെയർ ഇറക്കാറുള്ളൂ. ആ ഒരു സമാധാനം പറയേണ്ട കാര്യമില്ല. എല്ലാം ക്യാഷ് വെച്ചിട്ടാണ് സ്പെയർ പാർട്സ് ഇറക്കി വെക്കും. നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം സെയിൽ ചെയ്യുക, അതല്ലാതെ സ്പെയർ അടിച്ചേൽപ്പിക്കുക എന്നുള്ളത് എനിക്ക് എൻ്റെ മാനസികാവസ്ഥ, ഞാനൊക്കെ ഒരുപാട് അങ്ങനെ ബുദ്ധിമുട്ടായിട്ടുണ്ട്. കാരണം പേഴ്സണൽ ബുദ്ധിമുട്ടായിട്ടുണ്ട്. സ്പെയർ പാർട്സ് അവർ അടിച്ചിങ്ങനെ ഇറക്കും. നല്ല ഒരു ഫ്രണ്ട്ലി ആയിരിക്കും. സ്പെയർ ഇറക്കുന്നവരെ ഇറക്കി ഇവിടെ ആയി കഴിഞ്ഞാൽ ക്യാഷ് കിട്ടാഞ്ഞാൽ ബ്ലോക്കായി എങ്ങനെയാണെന്ന് പറഞ്ഞ് വിളിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, പ്രത്യേകിച്ച് വിശദമായി വേറെ പറയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കംപ്ലീറ്റ് ക്ലോസ് ചെയ്ത്, കാരണം നമുക്ക് ഈ സ്പെയർ അനാവശ്യമായിട്ട് സെയിൽ ചെയ്യേണ്ടി വരും. അനാവശ്യമായിട്ട് ഒരു പാർട്സ് ആവശ്യം മാറ്റേണ്ടതില്ല എങ്കിലും കൂടെ നമുക്ക് ആ സ്പെയർ മാറ്റേണ്ടി വരും. അപ്പോൾ നമുക്കൊരു മാനസികമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ക്യാഷ് ഞാൻ കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കുക ചെയ്യുക. നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ ലേബർ കോസ്റ്റിൻ്റെ എടുത്തിട്ട് അതങ്ങോട്ട് കൊടുത്തായിട്ട് ക്ലോസ് ചെയ്തു. കാരണം എനിക്ക് ആ സ്പെയർ നമ്മൾ കസ്റ്റമറെ പറ്റിച്ചായിട്ട് തന്നെ പറയാം. മലയാളത്തിൽ പറ്റിച്ചിട്ട് പൈസ വാങ്ങുന്ന എനിക്ക് കുറച്ച് ആ ഒരു മൈൻഡ് സെറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ സ്പെയർ ക്ലോസ് ചെയ്ത് റെഡി ക്യാഷിന് മാത്രമേ സ്പെയർ ഇറക്കുള്ളൂ. കാരണം അവരെ യാതൊരു ഇത് നമുക്ക് വേണ്ട. അവർ ഒരു ബിസിനസ്സാണ്. നമുക്ക് EMI കൊടുത്തിട്ട് യുവതലമുറനെ അധ്വാനിക്കാൻ പറഞ്ഞു വിടണം. ആദ്യം തന്നെ സാധനം കൊടുക്കും, പിന്നെ അവർ നിർബന്ധമായിട്ട് ജോലിക്ക് പോലും EMI അടക്കണമല്ലോ. അതേമാതിരി സ്പെയർ കണ്ടുമ്പോൾ നമുക്ക് അടിച്ച് ഇറക്കി തന്നതിന് ശേഷം നമ്മൾ ഇവിടുന്ന് ആവശ്യമില്ലാതെ ആളുകൾക്ക് ആവശ്യമുള്ളവർക്ക് ആവശ്യമില്ലാത്ത ഒരേപോലെ സെയിൽ ചെയ്തിട്ട് ആ പൈസ ഉണ്ടാക്കിയിട്ട് അവർക്ക് പേ ചെയ്ത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ആ ഒരു ചെയിനാണ് സ്പെയർ പാർട്സ് ബിസിനസ് പറഞ്ഞ ഒരു ചെയിനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നമ്മളെ പോകുന്നത് സത്യസന്ധമായിട്ട് ഒരുപാട് ആളുകൾ സത്യമായി വർക്ക് എടുക്കുന്ന ഒരു ബുദ്ധിമുട്ടാണ് സ്പെയർ എന്ന് പറഞ്ഞത്. അപ്പോൾ കയ്യിൽ ചില ആൾക്കാർ സ്പെയറിൻ്റെ ഭാഗം തൊടാറില്ല, ഈ ഒരു വിഷയം കൊണ്ട് തന്നെ. പക്ഷേ നമുക്ക് സർവീസ് ചെയ്യാൻ എല്ലാ സമയത്ത് പ്രോപ്പറായിട്ട് വണ്ടി ടൈമിൽ കൊടുക്കേണ്ടതുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സ്പെയർ നിർബന്ധം. ആ സ്പെയറിന് വേണ്ടി അത് വെച്ചിട്ട് വണ്ടി എടുത്ത് പോയി സാധനം വാങ്ങിക്കൊടുക്കാൻ നമുക്ക് പ്രാക്ടിക്കൽ അല്ല. അതുകൊണ്ട് നമുക്ക് സ്പെയർ അത്യാവശ്യ കാര്യങ്ങൾ ഇറക്കി വെക്കണം. അത് എനിക്ക് പറയാനുള്ള ഒരു സുഹൃത്തുക്കളോട്, മെക്കാനിക് സുഹൃത്ത്, ഇവിടെ നിന്ന് കുറച്ച് പൈസ ഒപ്പിച്ചിട്ട് സ്പെയർ റെഡി ക്യാഷിന് ഇറക്കി വെക്കുക, അത്യാവശ്യമുള്ള ഇറക്കി വെക്കുക. ഒരിക്കലും ക്രെഡിറ്റ് നിങ്ങൾ ഇറക്കരുത്. ക്രെഡിറ്റ് ഇറക്കി കഴിഞ്ഞാൽ നമുക്ക് കസ്റ്റമേഴ്സിനോട് നീതി പുലർത്താൻ കയ്യിലാണ് 100% ഉറപ്പാണ്. ആവശ്യമില്ലാത്ത പാർട്സുകൾ മാറ്റും. ഈ ഒരു വണ്ടിക്ക് മിസ്സിംഗ് ആയിട്ട് ഒരു വേറെ വർക്ക്ഷോപ്പ് കയറിയിട്ടില്ല. വർക്ക്ഷോപ്പിൻ്റെ പേരും കാര്യങ്ങളൊന്നും ആരെയും ഞാൻ പുകയത്താനും നിൽക്കുന്നില്ല. അതിന് വണ്ടി ത്രോട്ടിൽ കൊടുത്താൽ വണ്ടി ഓടി കഴിയുമ്പോൾ നിൽക്കുക, വണ്ടിക്ക് ഭയങ്കര മിസ്സിങ്. 2 കാരണം എൻ്റെ അടുത്ത് വരുന്ന ഇയാൾ പറഞ്ഞ റോട്ടർ മാറ്റി, ഓയിൽ മാറ്റി, ബാറ്ററി മാറ്റി, RR യൂണിറ്റ് മാറ്റി.
ഒരു സംഖ്യ പോയി ബാറ്ററി 6 യൂണിറ്റ് കോയിൽ ഇതിന്റെ ചാർജിങ് യൂണിറ്റ് കംപ്ലീറ്റ് മാറ്റി വരും. അത് ഫസ്റ്റ് തന്നെ ഷോപ്പ് പോയി കഴിഞ്ഞാൽ റീപ്ലേസ് ഓപ്ഷൻ. അപ്പോൾ ഈ കസ്റ്റമർ നല്ലൊരു പൈസ കയ്യിൽ നിന്ന് പോയിട്ട് പ്രശ്നം തീരുന്നില്ല. അപ്പോൾ വണ്ടി എടുത്ത് നേരെ എൻ്റെ അടുത്തേക്ക് വന്നു. ഞാൻ വലിയ നല്ല ആളെ കൊണ്ടുവന്നു. ഞാൻ ഉള്ളത് സത്യമായിട്ട് വർക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒരാളാണ്. ഉള്ളത് എനിക്കറിയുന്ന കാര്യം വൃത്തി ചെയ്യണം എന്നുള്ളത് എൻ്റെ ഒരു കണ്ടീഷനാണ്. അങ്ങനെ തന്നെ ചെയ്യാറുള്ളൂ. അപ്പോൾ അനാവശ്യമായിട്ട് ആ സ്പെയർ മാറ്റിയെടുക്കുക, സ്പെയർ മാറ്റി അങ്ങനെ ക്യാഷ് വാങ്ങുക, വേറെ മാറ്റി ഇങ്ങനെ ക്യാഷ്, ആ ഒരു സ്വഭാവം എനിക്കില്ല. ഇനിയിപ്പോൾ അങ്ങനെയുള്ളവരാണ് എന്നെ കുറ്റം പറഞ്ഞ നിരക്കുള്ള നെഗറ്റീവ് പറഞ്ഞാൽ എത്രത്തോളം എഗേറ്റിയാലും എനിക്ക് കുഴപ്പമില്ല. എന്ത് തന്നെ പിന്നെ നെഗറ്റീവ് കമൻറ്റുള്ള എനിക്ക് പ്രശ്നമല്ല. മാർക്കറ്റിൽ സംഭവിക്കുന്ന സത്യാവസ്ഥയാണ് തുറന്നു പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ 3 സാധനം ഈ ഒരു സാധനങ്ങളൊക്കെ മാറ്റിയിട്ട് 1000 മുടക്കിയിട്ട് പ്രശ്നം തീർന്നിട്ടില്ല. അപ്പം നമ്മൾ വന്ന് നോക്കുമ്പോൾ സിമ്പിൾ കേസാണ്. കാണിച്ചു തരാം. 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഇവർ 6 യൂണിറ്റ് മാറ്റി കോയിൽ മാറ്റി എന്നൊക്കെ പറഞ്ഞ് ഇത് കണ്ടില്ലേ, ഇത് നോക്കുക. ഈ കണക്ഷൻ ഇങ്ങനെ ഊരി ഇതിപ്പോൾ കട്ട് ചെയ്താണ് ഞാൻ. ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുടുങ്ങി കിടക്കുകയാണ്. ഇത് ലൂസാണ്. ഇത് നോക്കാനും കൂടെ ക്ഷമ കാണിക്കാതെ ഈ സാധനം കട്ടായത് കൊണ്ട് മാത്രമാണ് വണ്ടിക്ക് ബാറ്ററി ചാർജ് ആവാതെ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് വണ്ടി ഓഫായിരുന്നു. അപ്പോൾ ഹെഡ്ലൈറ്റ് ഇടുന്ന സമയത്ത് വണ്ടി ഓഫായിരുന്നു. ഇത് ആയത് കൊണ്ട് മാത്രമാണ് വണ്ടിക്ക് ഇത്രയും പൈസ മുടക്കിയിട്ടും ഈ ഒരു വയറിങ്ങിൻ്റെ ലൂസ് കോണ്ടാക്ട് നോക്കാനുള്ള ഒരു മനസ്സ് മെക്കാനിക് കാണിക്കാത്തത് കൊണ്ടാണോ അതോ സ്പെയർ പെട്ടെന്ന് ചിലവാക്കി പൈസ ഉണ്ടാക്കണമെന്നോ എന്ത് കാരണമെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഏതായാലും പ്രിയ സുഹൃത്തുക്കളായ മെക്കാനിക്കുകൾ ഒരിക്കലും ഇത് നമ്മൾ കൂട്ടുകരുത് സ്പെയർ പാർട്സ് ബിസിനസ്സിന്. കാരണം നമ്മൾ അധ്വാനിക്കുക, ആവശ്യമുള്ള സ്പെയർ പാർട്സ് മാത്രം വരുത്തി വെച്ച് അല്ലെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കുറച്ച് കൈസൊക്കെ മുടക്കിയിട്ട് അങ്ങനെ കൈസ സംഘടിപ്പിച്ചിട്ട് സത്യസമായിട്ട് പരിപാടിയാണ് നമുക്ക് സുഖമായിട്ട് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാൻ, നല്ല രീതിയിൽ, അതായത് ആരെയും വെറുപ്പിക്കാതെ ആരെയും മോശമായ പൈസ നമ്മൾ കയ്യിലെത്താൻ നമുക്ക് കാര്യങ്ങൾ നടക്കാൻ കഴിയും. അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. സ്പെയർ പാർട്സ് ക്രെഡിറ്റ് ഇറക്കാൻ നിൽക്കുക, ഇറക്കാതൊക്കെ ഏറ്റവും നല്ല. അത് നമുക്ക് ആളുകൾ സ്വാഭാവികമായിട്ട് ആ ബിസിനസ് സത്യസന്ധമായി മുന്നോട്ട് പോകില്ല എന്നുള്ളത് വളരെയധികം വാസ്തവമാണ്. എനിക്ക് അനുഭവിച്ചുള്ള വിഷയമാണ്. എൻ്റെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പറയുന്നത്. ഞാൻ സ്പെയർ നല്ല ഇറക്കിയിരുന്നു. സ്പെയർ വല്ലാതെ ഇറക്കാറില്ല. എൻ്റെ ക്യാഷിൽ എത്രയാണ് കയ്യിൽ പൈസ ഉള്ളത് അതിന് സ്പെയർ കൊണ്ടുപോയേക്കും. അത് ആവശ്യമുള്ള മാത്രം സെയിൽ ചെയ്യും, അവിടെ കിടന്നോട്ടേക്കും. ഞാൻ എൻ്റെ മെക്കാനിക്സിനോട് പറയാനുള്ളത് ഒരിക്കലും സ്പെയർ ആവശ്യമുള്ളത് മാത്രം മാറ്റുക. ഒരു രീതിയിൽ ഒപ്പിക്കാനോ അത് അഡ്ജസ്റ്റ് ചെയ്യാനോ പറ്റാത്ത രീതിയിൽ സ്പെയർ പാർട്സ് മാത്രം മാറ്റിയിട്ട് ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ സ്പെയർ ഉണ്ടാക്കി ഒരു കമ്പനി നന്നാക്കേണ്ട കാര്യമില്ല. നമ്മളെപ്പോഴും നമ്മളെ അരി എന്ന് പറഞ്ഞാൽ നമ്മൾ കസ്റ്റമൈസ് സത്യമായിട്ട് പണിയെടുത്ത് കഴിഞ്ഞാൽ ആ 10 100 രൂപയോ നമ്മൾ കുടുംബത്തിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നല്ല രീതിയിൽ ബുദ്ധിമുട്ടില്ലാതെ ജീവിക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ ഈ 2 കാര്യം നോക്കുക. നിങ്ങൾ എപ്പോഴും ബാറ്ററി ചാർജ് ആകുന്ന സമയത്ത് ആദ്യം വയറിങ്ങിൻ്റെ കണക്ഷൻ കറക്റ്റ്, എവിടെയെങ്കിലും ലൂസ് കോണ്ടാക്റ്റോ മറ്റോണ്ട് ശരിക്കും നോക്കി ഒരു മൾട്ടിമീറ്റർ എടുത്ത് റെസിസ്റ്റൻസ് നോക്കിയാൽ മാത്രമല്ല കണ്ടിന്യൂറ്റി റെസിസ്റ്റൻസ് നോക്കുക. മിക്കവാറും റെസിസ്റ്റൻസ് പോകുക. കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞാൽ ഒരു കേബിള് ഒരു വയറിൻ്റെ ഇതിൻ്റെ എല്ലാ ഇതിൻ്റെയും ഒറ്റ കണക്ഷൻ്റെ കണ്ടിന്യൂറ്റി കിട്ടും. അപ്പോൾ അത് നമ്മൾ നോക്കേണ്ടത് എപ്പോഴും റെസിസ്റ്റൻസ് നോക്കിയതിന് ശേഷം മാത്രം, ഓരോ വയറിൻ്റെ റെസിസ്റ്റൻസ് കറക്റ്റാണ് നോക്കിയതിന് ശേഷം മാത്രം ഈ ഒരു സാധനം 6 യൂണിറ്റ് തന്നെ മാറ്റേണ്ട കാര്യമുള്ളൂ. അതായത് ബാറ്ററി മാറ്റി ബാറ്ററി ചാർജ് ആകുന്നത് ഇതിൽ ഈ സാധനം ഒന്നും മാറ്റേണ്ട ഒരു കാര്യമുള്ളത്. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന പ്രൈമറി മിസ്സിങ് വന്നിരുന്ന വിഷയം M14 പ്ലഗിൻ്റെ ഇഗ്നിഷൻ കോയിൽ കട്ടായിരുന്നു കേട്ടോ. M14 ഈ ഒരു ഇതും കൂടെ നോക്കാതെ ഈ മുഴുവൻ പാർട്സും മാറ്റി 1000 കയ്യിലാക്കി എന്നുള്ളതാണ്. കയ്യിലാക്കി ആരും പറ്റിച്ചെന്നും പറയില്ല, അറിവില്ലായ്മ കൊണ്ടാണ്. ഏതായാലും ഈ മാർക്കറ്റിൽ ഇങ്ങനെ ഒരു സംഗതി നടക്കുന്നുണ്ട്. അപ്പം സ്പെയർ പാർട്സ് വല്ലാതെ സെയിലുള്ള സ്പെയർ പാർട്സ് അനങ്ങിയ സാധനം റീപ്ലേസ് ചെയ്യുന്നുള്ള ആൾക്കാർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പൈസ നമ്മളതാണ്, വെറുതെ പോകണ പൈസയാണ്. പക്ഷേ മെക്കാനിക്കിന് ആ പൈസ കിട്ടൂല, ആർക്കും വല്ലാതെ കിട്ടില്ല. അധ്വാനിച്ചാൽ തന്നെ നല്ല രീതിയിൽ 10 രൂപ ലേബർ കൂട്ടി വാങ്ങിച്ചാൽ യാതൊരു കുഴപ്പമില്ല. ആവശ്യമില്ലാത്ത സ്പെയർ പാർട്സ് മാറ്റിയിട്ട് ആളുകളെ നല്ലൊരു സാമ്പത്തിക ബാധ ഇല്ലാതാക്കാൻ എല്ലാവരും ശ്രമിക്കാനുള്ള എൻ്റെ റിക്വസ്റ്റ്. നിങ്ങൾ എന്ത് രീതിയിൽ എടുത്ത് എനിക്ക് യാതൊരു കുഴപ്പമില്ല കേട്ടോ. അടുത്തൊരു വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.